ഇതൊരു സ്രാമ്പി പള്ളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? എന്നാൽ ഇതൊരു സ്രാമ്പി പള്ളിയാണ്. മലപ്പുറം ഭാഗത്തൊക്കെ സ്രാമ്പി പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുമാ അല്ലാത്ത നമസ്കാരങ്ങളൊക്കെ നടക്കുന്നൊരു പള്ളി. ഈ പള്ളി കണ്ടു കഴിഞ്ഞാലോ ഒരു സ്രാമ്പി പള്ളിയാണെന്ന് പറയേയില്ല. ഞാൻ കണ്ണൂർ ജില്ലയിലെ പല ചരിത്ര സ്ഥലങ്ങളും സന്ദർശനം നടത്തുന്നതിനിടയിൽ യാദൃശ്ചികമായി ഒരു പള്ളിയെ പറ്റി അറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ മാപ്പിൽ പള്ളിയുടെ ലൊക്കേഷനും എടുത്ത് നേരെ പള്ളി ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചു. കണ്ണൂരിലെ തലക്കല പള്ളിയാണിത്. കണ്ണൂരുകാർക്ക് ഇത്തരം പള്ളികൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നാൻ സാധ്യതയില്ല. കാരണം അവർ സ്ഥിരമായിട്ട് ഇതുപോലുള്ള പള്ളികൾ കാണുകയാണ്. പള്ളിയുടെ അടിത്തറക്ക് ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 1.5 മീറ്റർ ഉയരമുണ്ട്. തനി കേരളീയ വാസ്തുവിദ്യ. കേരളത്തിലെ പുരാതനമായ മസ്ജിദുകളെ പോലെ തന്നെയാണ് ഈ ഒരു പള്ളിയുടെയും നിർമ്മാണം. ഒരു നിലയാണ് പള്ളിക്കുള്ളത് എന്ന് മനസ്സിലായി. ആവശ്യത്തിന് വായു സഞ്ചാരം പള്ളിക്കുള്ളിൽ ലഭിക്കാൻ നിരവധി പുറംവാതിലുകളും കൊടുത്തിട്ടുണ്ട്. പള്ളിക്കകത്തേക്ക് വായു സഞ്ചാരം തികയാതെ വരുമ്പോൾ കണ്ടീഷനുള്ള എയർ കിട്ടാൻ വേണ്ടി കുറച്ച് എയർ കണ്ടീഷണറുകളും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നതുകൊണ്ട് പള്ളിയുടെ മുൻവശത്ത് കൂടെയല്ല ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. പൂർണ്ണമായും ചെങ്കല്ലുകൾ കൊണ്ടാണ് അടിത്തറ കെട്ടിപ്പൊക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഏകദേശം ഒരാളുടെ കഴുത്തിന്റെ ഉയരം വരെയുണ്ട് ഈ ഒരു പള്ളിയുടെ അടിത്തറ. പള്ളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് വിചാരിച്ച് മുന്നോട്ട് നടന്ന് പള്ളിയുടെ മുൻവശത്തെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ വന്ന വഴിയല്ല പള്ളിയിലേക്കുള്ള യഥാർത്ഥ വഴി. ഈ കാണുന്ന വഴിയാണ് പള്ളിയിലേക്കുള്ള ശരിക്കുമുള്ള വഴി. പള്ളിയിൽ ജുമാ നമസ്കാരമില്ലെങ്കിലും പള്ളിക്ക് ഖബർസ്ഥാനുണ്ട്. അത്യാവശ്യം വലിയൊരു പള്ളി. അങ്ങനെ പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചു. പൊതുവെ വടക്കൻ മലബാർ ഏരിയയിൽ കാണുന്ന പഴയ മസ്ജിദുകളുടെ രൂപമാതൃകയിൽ തന്നെയാണ് ഈ പള്ളിയുടെ അകം പള്ളിയും നിർമ്മിച്ചത് എന്ന് പറയാം. പുറം പള്ളിയിലെ കാഴ്ചകൾ കണ്ട് അകത്തെ പള്ളിയിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അകത്തെ പള്ളിയിലേക്ക് കയറി. അത്യാവശ്യം വലിപ്പമുള്ള വിശാലമായ ഒരു അകത്തളം. മുകൾ നിലയിലേക്ക് കയറാൻ കോണിപ്പടിയുണ്ട്. എന്നാൽ മുകൾ നില ശൂന്യമാണ് എന്നാണ് പിന്നീട് മനസ്സിലായത്. 2 കൂറ്റൻ തൂണുകളിൽ താങ്ങി നിർത്തിയ മേൽക്കൂര. തഖ്വയിൽ അധിഷ്ഠിതമായി ഹറാമ് കലരാത്ത പണം മാത്രം ഉപയോഗിച്ചായിരിക്കും ഇത്തരം പഴയ പള്ളികളൊക്കെ നിർമ്മിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നിസ്കാരവും മറ്റ് ആരാധനാ കർമ്മങ്ങളും ഇത്തരം പള്ളികളിൽ വെച്ച് നിർവഹിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പുതിയ പള്ളികളൊക്കെ നിർമ്മിച്ചത് ഹറാമ് കലർന്ന പണം കൊണ്ടാണ് എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അതായത് ഒരു കാര്യം അനുവദനീയമാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയുണ്ട്. പള്ളിക്ക് അകത്ത് കയറി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. മിഹ്റാബ് ഉണ്ട്, മിമ്പറില്ല. മിമ്പർ കാണാതായപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഇപ്പൊ ഇത് മിമ്പർ ഇല്ലാത്തത്? അങ്ങനെ പള്ളിയിലുള്ള ഉസ്താദിന്റെ അടുത്ത് പോയി പള്ളിയിൽ മിമ്പർ കാണാത്തതിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് ജുമാഅത്ത് പള്ളിയല്ല, മറിച്ച് സ്രാമ്പി പള്ളി പോലെയുള്ള ഒരു പള്ളിയാണ് എന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും വലിയ പള്ളിയിൽ ജുമാ ഇല്ല, എന്നാൽ പള്ളി കണ്ടാലോ ജുമാ മസ്ജിദ് പോലെയുമുണ്ട്. പള്ളിയിലുള്ള ആളുകളുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ അറിവിൽ ഇക്കഴിഞ്ഞ കൊറോണ സമയത്ത് മാത്രമാണത്രേ ഇവിടെ ജുമാ നടന്നത്. ഏതായാലും പള്ളി കണ്ടാൽ ജുമാഅത്ത് പള്ളി അല്ല എന്ന് തോന്നുകയുമില്ല. പള്ളിക്ക് തൊട്ടടുത്ത് തന്നെ വലിയൊരു പള്ളിക്കുളവുമുണ്ട്. കണ്ണൂരിലെ നിരവധി ചരിത്രങ്ങളുള്ള മാടായി പ്രദേശത്തിന്റെ അടുത്താണ് ഈ കണ്ണൂർ തലക്കല പള്ളിയുള്ളതും എന്ന് പറയാം. ഇത്തരം പള്ളികളുടെ നിർമ്മാണ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക സഹായത്തിന് പുറമെ അതിൽ നാട്ടുകാരുടെ ഫിസിക്കൽ സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ നാടുകളിലുള്ള പഴയ പള്ളികളുടെ നിർമ്മാണ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ കഴിയും 2-3 കിലോമീറ്ററുകൾക്കൊക്കെ അപ്പുറത്ത് നിന്ന് കല്ല്, മരങ്ങള്, മറ്റു വസ്തുക്കളൊക്കെ തലച്ചുമടായിട്ടായിരിക്കും ആളുകൾ കൊണ്ടുവന്നിരുന്നത്. ഏതായാലും ഈ ഒരു പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചരിത്ര കാര്യങ്ങൾ അറിയാൻ സാധിക്കാത്തത് കൊണ്ട് ഇവിടെ പറയാൻ നിർവാഹമില്ല. ഈ പള്ളിയിലെ ഹൗലിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പണ്ടത്തെ പള്ളികൾക്കും അമ്പലങ്ങൾക്കൊക്കെ ഏകദേശം ഒരേ രൂപമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമ്പലം നിർമ്മിച്ച ആശാരി തന്നെയാണ് ഇത്തരം പള്ളികൾ നിർമ്മിക്കുന്നത്. അന്നൊക്കെ ആശാരിമാര് മാത്രമായിരുന്നു മരത്തിന്റെ പണിയൊക്കെ ചെയ്തിരുന്നത് എന്ന് പറയാം. ഏതായാലും മറ്റുള്ളവർക്ക് കാണാനും അറിയാനും വേണ്ടി വീഡിയോക്ക് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.